അസ്സലാമലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു മുറുക്കാണ് ഉണ്ടാക്കുന്നത്. അത് മുരിങ്ങയില വെച്ചിട്ടാണ്. മുരിങ്ങയില അരച്ച് അതിൻ്റെ നീരൊക്കെ എടുത്ത് ഇതിൽ മിക്സ് ചെയ്തിട്ടാണ് മുറുക്കുണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് 2.5 കപ്പ് മുരിങ്ങയില എടുക്കുക. മിക്സി എടുത്ത് അതിലോട്ട് മുരിങ്ങയിലും 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. ഇത് അരച്ചെടുത്തതിന് ശേഷം ഒന്ന് അരിപ്പയിൽ അരിച്ചെടുക്കണം. ഇനി 1/4 കപ്പ് ഉഴുന്ന് വറുത്തെടുക്കണം. ഇവിടെ ഞാൻ ഉഴുന്ന് കഴുകി ഉണക്കിയതാണിത് കേട്ടോ. അഥവാ അങ്ങനെ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ കഴുകിയിട്ട് ഇതുപോലെ തന്നെ വറുത്തെടുത്താൽ മതി. അപ്പോൾ ഉഴുന്ന് നന്നായിട്ട് വറുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കുക. ഇനിയൊരു ബൗളിലോട്ട് 3 കപ്പ് വറുത്ത അരിപ്പൊടിയും 1/4 കപ്പ് ഉഴുന്ന് വറുത്ത് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് എടുത്തേക്കുന്നത്. ഇനി 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ള് ചേർത്ത് കൊടുക്കുക. 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കായപ്പൊടി. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇത് കുഴച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി മുരിങ്ങയില ജ്യൂസ് ഏകദേശം ഒരു 2.5 കപ്പോളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഇത് മിക്സ് ചെയ്യുക. ഈ ജ്യൂസിൻ്റെ അളവ് നിങ്ങൾ എടുക്കുന്ന ഓരോ പൊടിക്കനുസരിച്ച് കുറവും കൂടുതലൊക്കെ വേണ്ടി വരും. അപ്പോൾ അത് നോക്കിയിട്ട് കുഴച്ചാൽ മതി. അപ്പോൾ വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ ഇതിങ്ങനെ മുറിഞ്ഞു പോകും. അഥവാ കൂടിയിട്ടുണ്ടെങ്കിൽ തന്നെ ഷേപ്പും കിട്ടില്ല. ഇപ്പോൾ ഇത് നന്നായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ച്, നെയ്യോ ബട്ടറോ ഓയിലോ എന്ത് വേണമെങ്കിലും ആവാം. ഞാൻ ഇവിടെ നെയ്യാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടെ നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പം നന്നായിട്ട് മാവ് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുക. ഇനി നമുക്ക് മുറുക്കച്ചിയിൽ എണ്ണമയം പുരട്ടി മാവ് അതിലേക്ക് നിറച്ച് കൊടുക്കുക. ഞാനിവിടെ ഇത് എണ്ണയിലേക്ക് ഇടാനുള്ള സൗകര്യത്തിന് വേണ്ടി ഇതുപോലെ തന്നെ ഇങ്ങനെയാണ് ചുറ്റിക്കുന്നത്. അപ്പക്കോരിയിൽ തന്നെ ചുറ്റിക്കാണ്. ഇനി ഇത് ഓരോന്നെടുത്ത് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുക. ഇത് പൊരിക്കുന്നതിന് മുന്നേ നല്ല പച്ച കളറായിരിക്കും, പക്ഷെ പൊരിച്ച് വന്നാൽ ഇതുപോലെ ആയിരിക്കും കളറ്. അപ്പം മുറുക്കെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മുറുക്കാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.